ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട്, ജെമിനൈ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെസൊനേറ്റ് ആവണമെന്ന് വെച്ചാൽ ആ മെസ്സേജസ് എടുത്താൽ മതി. ബാക്കിയുള്ള മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. വേറെ ചില ജെമിനൈക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഒരു റീഡിങ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടി നിങ്ങൾ എൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അത് സ്ക്രീനിൽ ഇപ്പോൾ ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുണ്ട്. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അതല്ല വെച്ചാൽ ഇമെയിൽ അയക്കാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ആക്റ്റീവാണ്, അവിടെയും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നവംബർ മാസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനൈ എന്താണ് നിങ്ങളുടെ നവംബർ മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഞാൻ ഈ ഡെക്കിന് 3 കാർഡ്സാണ് എടുക്കാൻ പോണത്. അത് കഴിഞ്ഞിട്ട് ഇതിന് ഞാൻ ആദ്യം 3 കാർഡ്സ് എടുക്കും. അപ്പോൾ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജസ് എന്താണ് ഓവറോൾ തീം നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ? ഗോൾഡ് ഫിഷ് ആണ് വന്നിരിക്കണേ. ഇൻക്രീസ് ഇൻ മെറ്റീരിയൽ വെൽത്ത് ഓർ സ്പിരിച്വൽ ഗ്രോത്ത്. അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് സ്പിരിച്വൽ ഗ്രോത്തും ഇവിടെ കാണാണ്ട്. അപ്പോൾ പൈസയുടെ കാര്യത്തിലും സ്പിരിച്വാലിറ്റിയിലും നല്ല ഗ്രോത്ത് ഉണ്ട് ഈ മാസം. യങ്ങർ മാൻ, ഡീലിംഗ് റിലേഷൻഷിപ്പ് വിത്ത് എ യങ്ങർ മാൻ. അപ്പോൾ നിങ്ങൾ ഒരു യങ്ങായി ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഒരു യങ് മാൻ്റെ കൂടെയാണ് നിങ്ങളുടെ ഡീലിങ്സ് ഉണ്ടാവുക ഈ മാസം. ഇത് റൊമാൻറ്റിക് ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പ് ലെവലിലാവാം, ഇല്ല വെച്ചാൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആവാം. അതുമല്ല വെച്ചാൽ ബിസിനസ്സിലായിരിക്കാം. ഓക്കെ, അപ്പോൾ 3ാമത്തെ കാർഡ് ഇവിടെ ബേർഡ് പെർച്ച്ഡ്, വെയിറ്റിംഗ് ഫോർ ന്യൂസ്, പാക്കേജ്, ലെറ്റർ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു ന്യൂസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഈ മാസം. എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരാൻ പോകുന്നുണ്ട്. ടാങ്കേർഡ്, സെലിബ്രേഷൻ, ഫൺ, എൻജോയ്മെൻറ്റ്. കുറേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒക്കേഷൻസ് ഉണ്ടാവും ഈ മാസം. റിംഗ്, എ മാരേജ് വിൽ ടേക്ക് പ്ലേസ്, ഇത് റൊമാൻറ്റിക് ഓർ ബിസിനസ്. അപ്പോൾ നിങ്ങളുടെ കല്യാണത്തിൻ്റെ കാര്യമായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാവും. ഇതൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം, ഒരു പുതിയ ബിസിനസ് പാർട്ട്ണർഷിപ്പ്. മൂൺ, ചേഞ്ചസ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത് ഒറക്കിൾ മെസ്സേജസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ ടാരോ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് ടാരോ പറയണേ നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബറിൽ നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ പാസ്റ്റ് എനർജി എന്താണ്? പാസ്റ്റിൽ ഡെത്ത്. നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്? കറൻറ്റ് എനർജി നിങ്ങൾക്ക് വേണ്ടി 8 ഓഫ് സോഡ്സ് ആണ്. ഫ്യൂച്ചറിൽ എന്താണ് മെസ്സേജ്? ഫ്യൂച്ചർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് വോൺസ്. എന്താണ് നിങ്ങളുടെ ചാലഞ്ച് പൊസിഷൻ? ചാലഞ്ചിൽ 8 ഓഫ് വോൺസ്. നിങ്ങൾക്ക് അഡ്വൈസ് ആയിട്ട് എന്താണ്? അഡ്വൈസ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർ. സർപ്രൈസ് ഫാക്ടർ, ഹിഡൻ ഫാക്ടറിൽ എന്താണ്? ഹാങ്ഡ് മാൻ. ഔട്ട്കം നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കം ഈ കാർഡാണ്. ഇത് നമ്മൾ എൻഡിൽ നോക്കാം എന്താണെന്ന്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ആണ് ജെമിനൈ നിങ്ങളുടെ ഓവറോൾ എനർജി. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് ഒരു റൊമാൻറ്റിക് എനർജിയാണ്, ഒരു റൊമാൻറ്റിക് മെസ്സേജിൻ്റെ എനർജി ആയിരിക്കാം. ആരോ നിങ്ങൾക്ക് ഒരു റൊമാൻറ്റിക് മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, ഇല്ല വെച്ചാൽ നിങ്ങൾ ഏതോ ഒരു പേഴ്സണ് ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്, അങ്ങനത്തെ എനർജി ആവാം. നിങ്ങളൊരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്തു, ഹെർമിറ്റ് എനർജി. അപ്പോൾ ഈ മെസ്സേജ് അയക്കണ പേഴ്സൺ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞ ആ സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു റീകണക്ഷൻ ഉണ്ടാവണം എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ സഡൻലി ഒരു മെസ്സേജ് വരണ എനർജി ആവാം.
അതല്ല വെച്ചാൽ ഇത് നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലും ആവാം. എന്തോ ഒരു പോസിറ്റീവ് ന്യൂസ്, കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു ജോലിയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വരണ എനർജി ആവാം. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി കണ്ടതായിരുന്നു, ഒരു മെസ്സേജ് നിങ്ങളൊരു മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിരുന്നു ഒറക്കിൾ ഡെക്ക്. ഇവിടെ വെയിറ്റിംഗ് ഫോർ ന്യൂസ് പാക്കേജ് ലെറ്റർ, അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്തോ ഒരു ന്യൂസ് വരുന്നുണ്ട് ഈ മാസം. ഓക്കെ, അപ്പോൾ ഡെത്ത് എനർജിയാണ് പാസ്റ്റിൽ. ഡെത്ത് എനർജി ഒരു ചേഞ്ച്, ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജിയാണ്. എന്തോ എൻഡായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകുന്ന എനർജി ആയിരുന്നു. അപ്പോൾ ആ സിറ്റുവേഷൻ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടാവും. 5 of Swords, നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർ നെഗറ്റീവായിട്ട് നിങ്ങളെ കുറേ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞാൽ അവരുടെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ മെൻറ്റൽ പീസിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലവർക്ക് ഇത് ഓഫീസ് പൊളിറ്റിക്സ് ആയിരിക്കാം. കുറേ ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഫാമിലിയിൽ കുറേ വഴക്കുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒരു മാരേജ് റിലേഷൻഷിപ്പ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ സിറ്റുവേഷന് കുറച്ച് പിന്മാറി. നിങ്ങൾ ഇപ്പോൾ ആ സിറ്റുവേഷനിൽ ഒരു എൻഡിങ് ആയിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകണത്. പക്ഷെ അതുകൊണ്ട് നിങ്ങളും കുറച്ച് ലോ ആയിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. അത്ര മുമ്പത്തെ മാതിരി സോഷ്യലായിട്ടല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ അത്ര കോണ്ടാക്റ്റിലില്ല. ഈ പേഴ്സൻ്റെ കൂടെ തന്നെ, ഈ പേഴ്സൻ്റെ ഈ എൻഡിങ് ഉള്ള പേഴ്സൻ്റെ കൂടെ തന്നെ അവരുടെ കൂടിയും നിങ്ങളുടെ അത്ര ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത എനർജിയാണ് ഞാൻ ഇവിടെ കാണുന്നത്. അപ്പോൾ മൊത്തം നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയിലായിട്ടുണ്ടായിരുന്നു പാസ്റ്റിൽ. എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങളെ കുറേ എഫക്റ്റ് ചെയ്തു. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഫിനാൻഷ്യലി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചൊരു ലോ ആയിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പറഞ്ഞാൽ അത്ര കൂടുതൽ ആൾക്കാരുടെ കൂടെ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്ത മാതിരി ഒരു എനർജി ആണ് ഞാനിവിടെ കാണുന്നത്. ഇപ്പോൾ കറണ്ട് എനർജിയിലെ 8 of Swords ആണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു എന്താ പറയുക, കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുക. നവംബറിൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ എങ്ങനെ പുറത്തു വരാമെന്ന് മനസ്സിലാവുണ്ടാവില്ല, എന്താണ് ചെയ്യേണ്ടത് എനിക്ക്. അപ്പോഴാണ് ഇവിടെ ഞാനൊരു പാസ്റ്റ് പേഴ്സണിനെ കാണുന്നത്. 6 of Cups, ഒരു പാസ്റ്റിന് ഒരു പേഴ്സൺ തിരിച്ചു വരാൻ എനർജി കാണാണ്ട് ഈ പേഴ്സൺ എവിടെയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നുണ്ട്. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷന് പുറത്തു വരാൻ എന്തെങ്കിലും ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങളെ ഈ പേഴ്സണെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ അവർ അത് അറിഞ്ഞിട്ടായിരിക്കും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് തരാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ടാവുക. ഈ പേഴ്സൺ കുറേ പോപ്പുലറും ആവാം, അവർക്ക് കുറേ കോൺടാക്ട്സ് ഉള്ള പേഴ്സൺ ആവാം. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്നത് ഇപ്പോൾ ഫ്യൂച്ചറിൽ 9 of Wands ആണ്. അപ്പോൾ 9 of Wands കുറച്ചൊരു പേടിയുടെ എനർജിയാണ്. എന്താ വെച്ചാൽ നിങ്ങൾ മുമ്പും ഈ പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നിങ്ങളുടെ ഫേവറിലല്ല പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേടി എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ എനിക്ക് എന്തായിരിക്കും ഔട്ട്കം ഉണ്ടാവുക, മുമ്പത്തെ മാതിരി എനിക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവുമോ. അപ്പോൾ അതൊരു പേടിയുണ്ട് മനസ്സിൽ. പക്ഷേ ഇവിടെ ഞാൻ കാണുന്നത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല സമയമാണ് വരാൻ പോണത്. അപ്പോൾ ഫിനാൻഷ്യലി നല്ല സമയമാണ്, പക്ഷേ ഇമോഷണലി നിങ്ങൾ കുറേ ഒരു ഡിറ്റാച്ച്ഡ് പോലെയാണ്, ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ കരിയറിൻ്റെ കാര്യങ്ങൾ മുമ്പോട്ട് പോകണു, പക്ഷേ ഇമോഷണൽ റൊമാൻറ്റിക് കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് സീറ്റ് എടുക്കണു. 8 of Wands ആണ് നിങ്ങളുടെ ചാലഞ്ച്. ഇവിടെ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും വലിയ ചാലഞ്ച്. ട്രാവലിൻ്റെ ചാലഞ്ചസ് ഉണ്ടാവും. നിങ്ങൾ ട്രാവൽ ചെയ്യേണ്ട വെച്ചാൽ അതിൽ കുറച്ച് ട്രാവൽ ചാലഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഒരു ലോ സെൽഫ് കോൺഫിഡൻസ് എനർജി കാണാണ്ട്, നിങ്ങൾക്ക് അത്ര മുമ്പത്തെ മാതിരി ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത പോലെ. പൈസയുടെ കാര്യത്തിലും കുറേ സ്ഥലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് ഒരു നഷ്ടം വന്നിട്ടുണ്ടാവും. അതും ഒരു നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, എന്താ വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, എവിടെ പൈസ ഇടണ്ടേ. ഈ പേഴ്സൺ പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവിടെ പൈസ ഇട്ടു, പക്ഷെ അതിലും നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂസ്ഡ് എനർജിയാണ് ഞാൻ കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നവംബർ മാസത്തിൽ. പക്ഷേ സ്റ്റാർ ഹീലിംഗ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇത്രയും നെഗറ്റീവ് ഉണ്ടായാലും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് വരാൻ പോണേയുള്ളൂ. അപ്പോൾ ഹോപ്പ് വയ്ക്കുക. ഡിസപ്പോയിൻറ്റ്മെൻറ്റ് ഉണ്ടാവും, പക്ഷേ അതിൽ നിന്ന് പുറത്തു വരാൻ നോക്കുക. സ്റ്റാർ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്.
യൂണിവേഴ്സ് നിങ്ങളോട് നല്ല പോലെ പ്ലാൻ ചെയ്യാനാണ് പറയണത് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. ഇമ്പൾസീവായിട്ടൊന്നും ചെയ്യരുത്. എന്താ വെച്ചാൽ ഇവിടെ എന്തോ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ മുകളിൽ. ഇത് നെഗറ്റീവ് ആൾക്കാരായിരിക്കാം, ഇല്ലെങ്കിൽ ചിലവർ നിങ്ങളുടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യണു, റിലേഷൻഷിപ്പിൽ മാനിപ്പുലേറ്റ് ചെയ്യണു, എന്തോ ഒരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് സൂക്ഷിക്കണം ഈ മാസം. എല്ലാവരും പറയണത് അതിൽ ഉടനെ തീരുമാനം എടുക്കരുത്, എല്ലാം ഡബിൾ ചെക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇല്ലച്ചാൽ നിങ്ങളുടെ കരിയറിൽ ആയാലും ഇത് എല്ലാം കാര്യത്തിലും നിങ്ങൾക്ക് ആലോചിച്ചിട്ട് വേണം തീരുമാനം എടുക്കുക. 3 of Wands ഞാൻ കാണുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് വേണ്ട മാതിരി ഹെൽപ്പും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി അതെനിക്കിത് മനസ്സിലാവണില്ല എന്ന് വേറെ ഒരു പേഴ്സൻ്റെ ഹെൽപ്പ് എടുക്കുക. ഓക്കെ, ആ ഹെൽപ്പ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ. അപ്പോൾ ഞാൻ കുറച്ചൊരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ് കാണുന്നത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് യൂസ് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഞാൻ കാണുന്നത് കുറേ സ്പിരിച്വൽ ലെസൺസ്, കുറേ സ്പിരിച്വാലിറ്റിയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടും ഈ മാസം. 9 of Cups ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷസൊക്കെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്, എസ്പെഷ്യലി റൊമാൻറ്റിക് ലൈഫിൽ. ഞാൻ കാണുന്നത് എന്തോ ഒരു നല്ല മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങളുടെ ഫാമിലി ലൈഫിൽ കുറേ സ്റ്റെബിലിറ്റിയും ഹാപ്പിനെസ് അബണ്ടൻസ് ഒക്കെ ഉണ്ട്. ഔട്ട്കം നിങ്ങൾക്ക് 4 of Swords ആണ്. ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. Queen of Wands ഒരു കോൺഫിഡൻറ്റ് പേഴ്സൻ്റെ എനർജിയാണ്. ഒരു ഫയർ സൈൻ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകേണ്ട ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ബാലൻസും ഹീലിംഗ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ മിക്കവാറും ഒരു ഹെൽത്തിൻ്റെ ഇഷ്യൂവിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സൂക്ഷിക്കാണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ സൈൻ ചെയ്യണം മുമ്പേ. ഇല്ലച്ചാൽ ഏത് കോൺട്രാക്റ്റോ ഇല്ലച്ചാൽ എന്തെങ്കിലും നിങ്ങൾ പുതിയതായി തുടങ്ങണ മുമ്പേ നല്ല പോലെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വായിച്ചിട്ട് വേണം സൈൻ ചെയ്യുക. നിങ്ങൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എല്ലാം റീസേർച്ച് ചെയ്തിട്ട് വേണം അതിൽ യെസ് പറയുക. ജഡ്ജ്മെൻറ്റും വലിയൊരു മാറ്റം, എന്തോ ഒരു പഴയ ഒരു സിറ്റുവേഷനിൽ ഒരു ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഒരു പാസ്റ്റിൻ്റെ തിരിച്ചു വരണ എനർജി കാണാണ്ട്. ഇപ്പോൾ ഇത് റൊമാൻറ്റിക് ആണോ ഇല്ലച്ചാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് മാതിരി ഒരു ലെവലിലാണോ അത് പറയാൻ ഡിഫിക്കൾട്ടാണ്. ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു മാതിരി ആയിരിക്കില്ല. പക്ഷേ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എന്തോ ഒരു പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. ഓക്കെ, ആൻഡ് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷനാണ് എടുക്കാൻ നിങ്ങൾ പോണത് ഈ മാസം. നിങ്ങളുടെ കരിയറും ഹെൽത്തും എല്ലാത്തിലും ഞാൻ കാണുന്നത് ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ജെമിനായി, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ ഫയർ സൈൻസ് കുറേ ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, വെർഗോ ഉണ്ട്, പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സൈൻസ് ഒക്കെയാണ് ഞാനിവിടെ കാണുന്നത്. ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് അയച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കൊരു ബോണസ് റീഡിങ് വേണം വെച്ചാൽ കമൻറ്റിൽ ബോണസ് എഴുതുക. എത്രയും നിങ്ങൾ ബോണസ് എഴുതണോ, എത്രയും ആൾക്കാർ ബോണസ് എഴുതണോ അത്രയും ഞാൻ പറഞ്ഞാൽ കൂടുതൽ ബോണസ് മെസ്സേജസ് വന്നാൽ ഞാൻ അങ്ങനെ അതുമാതിരി ഒരു ബോണസ് റീഡിങ് ചെയ്യും. ഓക്കെ, മാക്സിമം ബോണസ് മെസ്സേജസ് നിങ്ങളുടെ സൈൻ നിന്നാണ് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡെഫിനറ്റ്ലി ബോണസ് റീഡിങ്ങും ഇടും. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.